നേച്ചർ എന്ന പേപ്പറിലെ മൊഡ്യൂൾ 1 പിൽഗ്രിം അറ്റ് ടിങ്കർ ക്രീക്ക് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇതിൻ്റെ ഓഥറായ ആനി ഡില്ലാർഡ് അവരുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവത്തെ പറ്റി നമ്മോട് പറയുകയാണ്. 2 വർഷങ്ങൾക്ക് മുൻപ് ആനി ഡില്ലാർഡ് അയർലൻഡിലൂടെ നടക്കുകയായിരുന്നു. അവിടെയുള്ള ജലത്തെയും ജലജന്തുക്കളെയും എല്ലാം നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു നടന്നത്. അവിടെയുള്ള ഫ്രോഗ്സിനെ എല്ലാം പേടിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ആളുകളെ കാണുമ്പോൾ മറിഞ്ഞിരിക്കുന്ന ഫ്രോഗ്സ് എല്ലാം വെള്ളത്തിലേക്ക് ചാടും. ഈ തവളകളെല്ലാം ചാടുമ്പോഴുള്ള സൗണ്ട് അവർ ശ്രദ്ധിച്ചു. അതവർക്ക് വിചിത്രമായി തോന്നി. പിന്നീട് മഡ് ബാഗിൽ നിന്നും ഗ്രാസിൽ നിന്നും ഫ്രോഗ്സിൽ നിന്നുമെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് വ്യത്യസ്തമാണെന്ന് അവർ നിരീക്ഷിച്ചു. ഫ്രോഗ്സ് എല്ലാം അവർക്ക് ചുറ്റും പറക്കുന്നതായിട്ട് അവർക്ക് തോന്നുകയാണ്. പാതി പുറത്തും പാതി വെള്ളത്തിലുമായുള്ള ഒരു പച്ച തവളയെ അവർ കാണുന്നു. ഒരു 4 അടി ഗ്യാപ്പിൽ ഇരുന്നു കൊണ്ട് അവർ അതെല്ലാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അടുത്തു ചെല്ലുമ്പോഴും അത് അനങ്ങുന്നില്ല. ആ സ്മോൾ ഗ്രീൻ ഫ്രോഗിൻ്റെ കണ്ണുകൾ വളരെ വലുതാണ്. എന്നാൽ കണ്ണുകൾക്കൊട്ടും തിളക്കമില്ല. പെട്ടെന്ന് തന്നെ അത് ചുരുങ്ങിപ്പോയി. ബാളിൽ നിന്നും എയർ പോകുന്നത് പോലെ ഫ്രോഗ് പെട്ടെന്ന് ചുരുങ്ങിപ്പോയി. പതിയെ ആ ഫ്രോഗിൽ നിന്നും ജീവൻ്റെ തുടിപ്പ് ഇല്ലാതാകുന്നത് അവർക്ക് അനുഭവപ്പെട്ടു. നോക്കി നിൽക്കെ തന്നെ വെറും ഒരു തൊലിയായി വെള്ളത്തിലേക്ക് താഴ്ന്നു. അതിൻ്റെ സ്കള്ളും ബോൺസും എല്ലാം ഡിസോൾവ് ആയിരുന്നു. ആനി ഡില്ലാർഡ് ഇതെല്ലാം ഓരോ പാർട്സ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പാർട്ട് നോക്കാം. നെക്സ്റ്റ് പാർട്ടിൽ വാട്ടർ ബഗിനെ പറ്റി പറയുന്നുണ്ട്. അതിൻ്റെ ഫുഡ് ഇൻസെക്ട്സ്, ഫിഷ്, സ്മോൾ ഫ്രോഗ്സ് എന്നിവയൊക്കെയാണ്. അതിൻ്റെ 4 കാലുകൾ അകത്തേക്ക് വളഞ്ഞിരിക്കും. ഇരയെ കാലുകൊണ്ട് ഇറുക്കി പിടിച്ച് പോയിസൺ അഥവാ വിഷം ഇരയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. ഇതാണ് ഇവിടെയും സംഭവിച്ചത്. ഈ പോയിസൺ ഇരയിലുള്ള ഓർഗൻസ്, ബോൺസ്, മസിൽസ് എല്ലാം ഡിസോൾവ് ചെയ്ത് ജ്യൂസ് ആക്കും. എന്നിട്ട് അത് വാട്ടർ ബഗ് സക്ക് ചെയ്ത് കുടിക്കുകയാണ് ചെയ്യുക. പിന്നീട് കാർണിവോറസ് അനിമൽസിനെ പറ്റി പറയുന്നുണ്ട്. അവയെല്ലാം അവരുടെ ഇരകളെ ജീവനോടെയാണ് ഭക്ഷിക്കുക എന്നും പറയുന്നു. ആ വാട്ടർ ബഗ് സ്മോൾ ഗ്രീൻ ഫ്രോഗിനെ ഇത്രയും ക്രൂരമായി ഭക്ഷണമാക്കിയത് ആനി ഡില്ലാർഡിൻ്റെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചു. ആനി ഡില്ലാർഡ് ഇതിനെപ്പറ്റി ഒരുപാട് ചിന്തിച്ചു. നെക്സ്റ്റ് പറയുന്നത് ഗോഡ് ആൻഡ് മിസ്റ്ററി ഓഫ് നേച്ചറിനെ പറ്റിയാണ്. അഥവാ ദൈവത്തിൻ്റെ ഈ പ്രകൃതി ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞതാണ്. ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരു മിസ്റ്ററിയാണ്. എല്ലാം ഒരു വിശ്വാസം മാത്രമാണ്. യൂണിവേഴ്സ് എങ്ങനെ ഉണ്ടായി എന്ന് പോലും നമുക്കറിയില്ല. എല്ലാം ഒരു വിശ്വാസം മാത്രം. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു. അതിനെയെല്ലാം അതിജീവിക്കാൻ നാം ശ്രമിക്കുന്നു. ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത് എന്ന് നാം എല്ലാവരും വിശ്വസിക്കുന്നില്ലേ? എല്ലാ ജീവജാലങ്ങളും യൂണിവേഴ്സിൽ പലതും നേരിടുന്നു. അടുത്തതായി ആനി ഡില്ലാർഡ് ഖുറാനിൽ അല്ലാഹ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം നമ്മോട് ചോദിക്കുകയാണ്. In the Quran, Allah asked, "The heaven and the earth all in between thinkest thou I made them in jest?" സ്വർഗവും ഭൂമിയും അവയ്ക്കിടയിലുള്ളതിനെയെല്ലാം പറ്റി നീ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ അതെല്ലാം സൃഷ്ടിച്ചത് തമാശക്കാണെന്ന് നീ കരുതിയോ? അപ്പോൾ ഖുറാനിൽ അല്ലാഹ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം സൃഷ്ടിച്ച ഓരോന്നിനു പിറകിലും ഒരുപാട് കാര്യങ്ങളുണ്ടാകും. നാം അതൊന്നും ചിന്തിക്കുന്നില്ലല്ലോ എന്നാണ് ആനി ഡില്ലാർഡും പറയുന്നത്. ചിന്തിക്കാൻ കഴിയാത്ത അത്രക്കും യൂണിവേഴ്സിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നും പറയുന്നു. വലിയ വാട്ടർ ബഗിനെ തമാശക്കല്ല സൃഷ്ടിച്ചത് എങ്കിൽ ആത്മാർത്ഥതയോടെയല്ലേ സൃഷ്ടിച്ചത് എന്നും ആനി ഡില്ലാർഡ് ചിന്തിക്കുന്നു. അടുത്തതായി ഗോഡിനെ പറ്റി പാസ്കലിൻ്റെ അഭിപ്രായത്തിൽ പ്രപഞ്ച സൃഷ്ടിക്ക് ശേഷം ഈശ്വരൻ അതിനെ പുറംനിന്ദിക്കുകയല്ലേ എന്നുകൂടെ പറയുന്നു. പാസ്കൽ ദൈവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മറിഞ്ഞിരിക്കുന്ന ദൈവം എന്നാണ്, അഥവാ ഡ്യൂസ് അബ്കോണ്ടിറ്റസ്. ടർക്കി കോഴിയുമായി വീടിൻ്റെ അറ്റത്ത് മറഞ്ഞു പോയിരിക്കുന്ന ചെന്നായയോടാണ് ഡില്ലാർഡ് ഗോഡിനെ സാദൃശ്യപ്പെടുത്തുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ ദൈവത്തെ പറ്റി എന്ത് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചാപ്റ്റർ ആനി ഡില്ലാർഡ് അവസാനിപ്പിക്കുന്നത്. ഈശ്വരനെ പറ്റിയുള്ള മനോഗതം ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കുകൾ ഡില്ലാർഡ് വിവരിക്കുന്നു. ഗോഡിനെ കണ്ടുപിടിക്കാനോ ഗ്രഹിക്കാനോ പ്രയാസമാണ്. എന്നാൽ പകയോടെ പ്രവർത്തിക്കുന്ന ഒരാളല്ല ദൈവം എന്നുകൂടെ പറയുന്നു. പ്രകൃതി അവളുടെ നിഗൂഢത മറച്ചു പിടിക്കുന്നു. എന്നാൽ അത് കൗശലം കൊണ്ടല്ല. ചീട്ടുകളിയിലും മറ്റും ഏർപ്പെട്ടുകൊണ്ട് നാം നമ്മുടെ സമയം ഒരുപാട് വെറുതെ കളയുകയാണ്. ഈ യൂണിവേഴ്സിലുള്ളതിനെ പറ്റിയും അതിൻ്റെ നിഗൂഢതയെ പറ്റിയും ചിന്തിക്കാൻ നാം ശ്രമിക്കുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ആനി ഡില്ലാർഡ് പിൽഗ്രിം അറ്റ് ടിങ്കർ ക്രീക്ക് അവസാനിപ്പിക്കുന്നത്. എല്ലാവർക്കും ഈ ചാപ്റ്റർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.